എടാ ഒന്ന് പൊട്ടിച്ചടാ. ഗൈസ് മഗ്ഡിന്ന് സാധനം മേടിച്ചപ്പോൾ ഒരു ഗിഫ്റ്റ് കിട്ടി. ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് വലിയ ഗിഫ്റ്റ് വേണം. എനിക്ക് കാണുന്നില്ല. This toy is recommended for children 3 years and older. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ പോകാൻ പോകുന്നത് നമ്മൾ ഡയമണ്ട്സിൽ എന്തിനാ പോകുന്നത്? ഇവനൊരു ജാക്കറ്റ് ഇല്ല ഗൈസ്, ജാക്കറ്റ് വാങ്ങാൻ വേണ്ടി പോകണം. അവിടെ ഒരുപാട് ജാക്കറ്റിൻ്റെ ഒക്കെ ഷോപ്പുകളുണ്ട്, നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. അപ്പം നമ്മളവിടെ പോയി ചുമ്മാ ഒന്ന് നോക്കാൻ പോവാണ്, നല്ല ഏതെങ്കിലും കിട്ടുമെന്ന്. അപ്പോൾ വീട്ടിലേക്ക് കിടക്കാം. ഇപ്പം ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് മഗ്ബി കയറി കുറച്ച് സാധനങ്ങൾ മേടിച്ചു. ടാറ്റ ഗൈസ്. തണുക്കുന്നുണ്ടല്ലേ? സ്ട്രോങ് ഗേൾ വിത്തൗട്ട് ജാക്കറ്റ്. അത് തന്നെ ഗൈസ്, ഞങ്ങളുടെ ബസ് വന്നു. അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിവിടെ യൂറോപ്പിലൊക്കെ നിൽക്കുമ്പോൾ എത്ര സമ്മറാണ്, എത്ര എന്താ പറയുക, എന്ത് ഇതാന്ന് പറഞ്ഞാലും നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ജസ്റ്റ് ഒന്ന് ടെമ്പറേച്ചർ നോക്കുക. അത് നല്ലതാണ്. ഒന്ന് ടെമ്പറേച്ചർ നോക്കി ഇപ്പം എത്ര ക്ലൈമറ്റ് പുറത്തുനിന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഞാൻ കയറാൻ ബസ്സിൽ പിന്നെ വരാം. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഒരുമാതിരി തിരുവനന്തപുരം മറ്റേ പാർലമെന്റ് സൈഡിൽ പോയവരുണ്ട്. നൈസ് സീൻ കേട്ടോ. പോയടാ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? ഇവിടുത്തെ സ്ഥലങ്ങൾക്ക് ഒക്കെ എത്ര പഴക്കം കാണും? പുതിയതാ? ഇതെന്താടാ, വണ്ടിയാ? സൂപ്പർ വണ്ടി നോക്കൂ ഗൈസ്. ഈ കയറുന്ന എങ്ങോട്ടേക്കാ? ഒള്ളിയൊക്കെ കണ്ടോ? അതുകൊണ്ട് ചോദിച്ചാ. ടിക്ക് കണ്ടില്ലേ? പ്യൂമ. സോറി, നൈക്ക്. ഞങ്ങളിപ്പോൾ ഇത് നൈക്കിൻ്റെ ഷോറൂമിലാണ്. ഇനി എങ്ങോട്ടേക്കാ? പക്ഷെ നിന്റെ തല നനയ്ക്കാണ്ട് ഞാൻ സൂക്ഷിക്കും. ആ ബുദ്ധിയൊക്കെ ചോർന്നു പോയാലോ. ഇപ്പം ഞങ്ങൾ കയറിയിരിക്കുന്നത് ജാക്ക് ആൻഡ് ജോൺസിൻ്റെ ഷോറൂമിലാണ്. ഇവിടെ ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നറിയാം, എങ്കിലും ഒന്ന് ചുമ്മാ കറങ്ങാം. ബസ് ഇവിടെ വീഡിയോ അലൗഡ് അല്ല. ഇവിടെയുള്ള ഈ ഒരു ചുറ്റുപാടും കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? ആ ഒരു വ്യൂ. ഇപ്പം മഴ പെയ്യുവാണ്. നിങ്ങൾക്ക് മഴ കാണാവോ എന്ന് എനിക്കറിയില്ല. മഴ പെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ, ഞങ്ങളിപ്പോൾ കയറാൻ പോകുന്നത് ദി നോർത്ത് ഫേസ്
ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ കുടയും പക്ഷേ ഞാൻ ഇതിനെ ക്യാമറ പിടിക്കേണ്ട പഠിപ്പിച്ചതായിരുന്നല്ലോ. നമ്മളെ കാണിക്കേണ്ടി വരുമ്പോൾ എങ്ങനെ പിടിക്കണം, തിരിച്ചു പിടിക്കണം. എങ്ങനെയാ ഇത് ഫോണ് അതിൻ്റെ അഹങ്കാരമാണ്. അടുത്ത സൂപ്പർ ഡ്രൈ ഈ കയ്യിൽ സോറി ഈ കൈ പിടിച്ച്. പക്ഷെ ഈ കയ്യിൽ വരുമ്പോൾ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇല്ലടാ, അപ്പം നീ ഇങ്ങോട്ടേക്ക് എല്ലാവരും ഉണ്ട്. കൊടയുടെ ഉദ്ഘാടനമാണ് നമ്മൾ കഴിഞ്ഞിട്ട്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഗൈസ്? അവിടെ ഒരു പട്ടിയുണ്ട്, അവർക്ക് പട്ടീനെ പേടിയാണ്. അതാണ് എന്നെ പിടിച്ചു നിർത്തിയത്. ഇനി ഞങ്ങൾ സൂപ്പർ ഡ്രൈയിലേക്ക് കയറാൻ പോവാണ്. ഒരുത്ത മഞ്ഞ തപ്പി നടന്നിട്ടുണ്ട്. അവിടെ ഡ്രസ്സ് വെച്ച് നോക്കാം, ഇട്ട് നോക്കാം. ചെറിയ ജാക്കറ്റ് ഈ കളറല്ല. ഗൈസിന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ജാക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ എൻ്റെ സൈസിനുള്ള ഈ ഒരു ഇതേ ഉള്ളൂ, ഈ ഒരു. പക്ഷെ എനിക്ക് ഈ കളർ വേണ്ട, കാരണം ഞാൻ ഓൾറെഡി എനിക്ക് ഈ കളറുണ്ട്. ചെറിയ ജാക്കറ്റ് എൻ്റെ ആ കളറ്, അപ്പോൾ എനിക്കത് വേണ്ട. ഇവിടുത്തെ ഡ്രസ്സിങ് റൂംസൊക്കെ കണ്ടോ. ഈ അപ്പാപ്പനൊക്കെ ചൂടിയ കുട ഫ്രീ ആണെന്നാണ് പറയുന്നത്. അതെവിടെ കിട്ടുക? ആ സെന്ററിൽ ഒരു വെള്ളം മുതലിൻ്റെ സംഭവമുണ്ട്. അതിനകത്ത് കുറേ കടകൾ നോക്കിയിട്ടുണ്ടാവും. എന്നിട്ട് എല്ലാവരും എടുത്തിട്ടുണ്ടോ അറിയില്ല. നോക്കാം. സൂപ്പർ ഡ്രൈയുടെ ഇത് നാട്ടിൽ ഏകദേശം ഈ ഒരു സെറ്റപ്പിലല്ലേ വെച്ചേക്കും. എല്ലാം കുറ്റി മുറിച്ച് ഉണ്ടെങ്കിൽ എൻ്റെ ചെറിയ സൈസ് നോക്കിയാൽ പോരെ. ഈ സൈസ് നോക്കിക്കഴിഞ്ഞു. നിന്റെ കാര്യത്തിൽ നോക്കുന്നുണ്ട്. ജോഫിൻ അവിടെ കുനിഞ്ഞിരിപ്പുണ്ട്. ഇതാ നല്ലത്. അതിൻ്റെ പിന്നുള്ളത് ഞാനിപ്പോൾ ഇട്ട് നോക്കിയ ജാക്കറ്റിന് 100 യൂറോയാണ്. 100 യൂറോ അത്ര ലെങ്ത് ഉള്ളതുകൊണ്ടാ. നോക്കാം. കാര്യത്തിൽ ചോദിക്കുന്നുണ്ട് എത്ര ഗ്രേഡ് വരെ ഇതിന് നിൽക്കുമെന്ന്. എന്തായാലും എടുത്തു. പക്ഷെ കുഴപ്പമില്ല, സൂപ്പർ ഡ്രൈഡേ അല്ലേ. കുറച്ച് കിടപ്പുണ്ട് കേട്ടോ. ഗൈസ്, നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് നമ്മൾ ഫ്രീ ആയിട്ട് കുട മേടിക്കുന്ന സ്ഥലത്തേക്കാണ്. അതെവിടെയാടാ? എന്താ
പിന്നെ ഡ്രസ്സ് വാങ്ങിച്ചാൽ എല്ലാവരും കൂടെ എനിക്ക് സ്റ്റാർബക്സിൽ ഒരു കഫേ വാങ്ങിച്ചു. അഷ്ന വാങ്ങിച്ചു. അഷ്നയാണ് കുറവ് പൈസയ്ക്ക് വാങ്ങിയത്. അപ്പോൾ അഷ്നയാണ് ഇതാ വേറൊരു ഷോറൂമാണ് ഗൈസ്. രാത്രി ഇവിടെ നല്ല രസമായിരിക്കും അല്ലേ? സമയം എത്ര യഷ്ണ? 2:32. ഇതിനൊരു അന്ത്യം എപ്പളാ? അന്ത്യം മന്തിയോ? ഓ തീറ്റ ഒരു വിചാരമുള്ളൂ. അന്ത്യം മടുത്തു ഞാൻ. ഇതുവരെ ഞാൻ സ്റ്റാർബക്സിൽ കയറിയിട്ടില്ല. എനിക്ക് കയറാൻ താല്പര്യവുമില്ല. പിന്നെ 10 പേർക്ക് കഴിക്കേണ്ട പൈസക്ക് ഒരു കാപ്പി എടുത്ത് കുടിക്കണം. ഇവിടെ എപ്പോഴാ മഴ പെയ്യുക, എപ്പോഴാ കാറ്റ് വരിക എന്ന് പറയാൻ പറ്റില്ല. Guys, I have umbrella, but he don't and she don't. നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു നല്ല കുട കൊണ്ടുവരിക അല്ലേ. ഇവിടെയുള്ള കുടയൊക്കെ ഒരുമാതിരി കൊള്ളത്തില്ല, ഒട്ടും ബലമല്ല, ബലമില്ല, പോകും. അതുകൊണ്ട് പരമാവധി നാട്ടിൽ നല്ല കുട കൊണ്ടുവരിക. അത് വലിയ ഡിസൈനോ അങ്ങനെ ഭംഗിയൊന്നും നോക്കണ്ട, കാലം കൊണ്ടാണ് കാലം. അല്ലെങ്കിൽ നമ്മുടെ ഡബിൾ ഫോൾഡ് ഒക്കെ ഇല്ല, അത് 2 ഫോൾഡ് കുട നല്ലതാണ് ഇവിടെ. അത് കൊണ്ടുവരിക, അത് നിങ്ങൾക്ക് ഭയങ്കര ഉപയോഗമായിരിക്കും. ഇതൊരു ചിൽഡ്രൻസ് പാർക്കാണേ. ഇവിടെ ഷോപ്പിങ്ങിന് വരുമ്പോൾ പിള്ളേരെ ഇവിടെ സൈഡാക്കി ഇവിടെ കളിപ്പിക്കാൻ നിർത്താം, അതാണ് ഉദ്ദേശം. ഭയങ്കര മഴയാണ്. മഴ കുട ഭയങ്കര മഴയാണ്. ഇനി എവിടെ പോകണമെന്ന് അറിയില്ല. അശ്ന അത് അവിടെ കുട മോഷ്ടിക്കാൻ വേണ്ടി പോകുന്നത്. അതിനെപ്പറ്റി കാണാം. അവിടെ ഓൾറെഡി നേരത്തെ കയറി ഒരു വെച്ച കുടയാണിത്. ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്ന കുടയാണ്. അപ്പോൾ അതവിടെ നമ്മൾ കടയിൽ കയറുമ്പോൾ ഇങ്ങനൊരു ഇവിടെ കവറിൽ വെക്കുമല്ലോ, അങ്ങനെ വെച്ചതാണ്. അപ്പോൾ അശ്ന അത് അടിച്ചു മാറ്റാൻ പോവുകയാണ്. അവളത് ആരോടേലും ചോദിച്ചിട്ട് എടുക്കണം എന്നാണ് അവളുടെ ഉദ്ദേശം. അവൾ അകത്ത് ചുമ്മാ കയറുന്നുണ്ട്. അവൾ അത് എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. ഇവിടെ എവിടെയോ ഒരു സൈഡിലാണ് ഇങ്ങനെ നമുക്ക് മഴ വരുമ്പോൾ കുട അവിടെ നിന്ന് എടുക്കാം. അത് ഇവരുടെ ഈ ഒരു കോമ്പൗണ്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കുട. അത് അവൾ ചോദിച്ചു, അവരെടുത്തോന്നും പറഞ്ഞു. ടൂ എടുക്ക് ചുമ്മാ എല്ലാ പുള്ളിക്കാറ്റ് രണ്ടെണ്ണം എടുക്ക്, അവനും വേണ്ടേ? പിടിച്ച ഒരു ഇഞ്ചത്തെ കൂടി നോക്കിയിട്ട് ഞാൻ എടുക്കാവേ. ഇത് നല്ലത് ഞാൻ എടുത്തേ. ഇന്ന് നല്ല മഴയാണ്, ഒരു രക്ഷയില്ല. അവനൊരു മഞ്ഞ ജാക്കറ്റ് പ്രാന്തനാണ്. അപ്പോൾ അവനിപ്പോൾ മഞ്ഞ ജാക്കറ്റ് തപ്പി പോവാണ്. മാജിക് അല്ല, മന്ത്രമല്ല, കേടായ കൊട. ഇതാ ഗൈസ്, നേരെ ആയിരിക്കുകയാണ്. അതിവന് ഇവിടെ വെച്ചിട്ട് നല്ല പറഞ്ഞെടുത്ത്. പക്ഷെ ഒരു കടയിൽ കയറിയപ്പോഴത്തേക്ക് കൊട നേരെയത് കണ്ടോ?
മഴ ആയതുകൊണ്ട് നമ്മൾ ഈ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടോ? നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ജർമ്മനിയിലെ വെള്ളച്ചാട്ടം. മാജിക്കല്ല, മന്ത്രമല്ല, ഇതാ മഴ പെയ്യുമ്പോൾ മഴ ഭൂമിയുടെ അടിയിൽ നിന്ന് പൊന്തുകയാണ്. എവിടെയാടാ? ഇത് നമുക്കിവിടെ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പിള്ളേരെ ഇതിനകത്ത് കയറ്റിയിരുത്താം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഷോപ്പ് ചെയ്യാൻ പോകാം, പിള്ളേരെ ഇതിനകത്ത് ഇരുത്താം, നമുക്ക് ആ ഒരു വണ്ടി ഒന്നിക്കൊണ്ട് പോകാം. നല്ലൊരു സംഭവമല്ലേ? ഒരുപാട് ബ്രാൻഡുകൾ ഈ ഒരു സ്ഥലത്തുണ്ട്. അത് ബ്രാൻഡുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഷോപ്പുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അത് തുണിയുടെ, ചെരുപ്പിൻ്റെ, വാച്ചിൻ്റെ, ആക്സസറീസ്, അങ്ങനെ എല്ലാത്തിൻ്റെ അതെല്ലാം ഒരു കുടക്കീഴിൽ ഒരു ചെറിയൊരു സ്ഥലത്ത് അതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് നല്ല വൃത്തിയിൽ ഇവരിത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാണാൻ തന്നെ ഭംഗിയാണ്. നോക്കുന്നത് അവിടെ പൂക്കളുടെ ഒരു ഇതൊക്കെ. ഗൈസ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കുട ഫ്രീ ആയിട്ട് ഇവരിപ്പോൾ എടുത്തിരിക്കണേ, അത് ഇവിടെ നിന്നാണ് എടുക്കുന്നത്. ഇവിടെ നിന്ന് ജസ്റ്റ് നമുക്ക് എടുത്താൽ മാത്രം മതി. എന്നിട്ട് ഇവിടെ തന്നെ വെക്കുക, പോവുക. ഇതൊക്കെ കറക്റ്റ് ഇവര് എടുക്കുന്നു, ഇവിടെ തന്നെ വെക്കുന്നു. അതൊക്കെ ഒരു വിശ്വാസം, മര്യാദ. നമ്മുടെ നാട്ടിലാണ് ഇത് ഒരിക്കലും പോസിബിൾ അല്ല. അതങ്ങ് എടുത്തോണ്ട് പോകത്തേ ഉള്ളൂ. അത് കറക്റ്റ് ആൾക്കാരെടുക്കുന്നു, അവിടെ തന്നെ കൊണ്ടുവെക്കുന്നു. ജോഫിനെ സ്റ്റാർബക്സ് പോവാണോ? സ്റ്റാർബക്സിൽ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. എനിക്ക് കയറണമെന്നൊന്നും താല്പര്യമില്ല, ഉള്ള കാര്യം പറയാം. നല്ല പൈസയാണ്, നാട്ടിലും നല്ല പൈസയാണ്. നോക്ക്. ഹായ് അശ്ന, എവിടെ നിൽക്ക്? വീഡിയോയിൽ വരും. എവിടെ നിന്നോ, വീഡിയോയിൽ കാണും. സ്റ്റാർബക്സ് അടച്ചിരിക്കുകയാണ് ഗൈസ്. എനിക്കിഷ്ടപ്പെട്ടു. സ്റ്റോഫിനെ സാറിലടാ, നമ്മളെടുത്ത കുട ഇവിടെ തിരിച്ചു വെക്കുവാണേ. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ഷോപ്പിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ തിരിച്ചു പോവാണ്. ഓക്കെ, അപ്പോൾ ഇനി ഞങ്ങൾക്ക് ബസ് കാത്തിക്കണം, ബസ് കയറണം, ബസ്സിൽ കയറണം. ശരി ഗൈസ്, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് ആഡ് ചെയ്യാൻ വിളിക്കും. ഗൈസ്, ഞങ്ങളങ്ങനെ തിരിച്ച് കീഴിലെത്തിരിക്കുകയാണ്.